ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ്, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാഹനത്തെപ്പറ്റി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ എൻ്റെ വാഹനത്തെക്കുറിച്ചുള്ള പോസ്റ്റാണ്. രണ്ടാമതായി ഞാൻ എടുക്കുന്നത് എക്സ്ട്രീം എന്ന് പറയുന്ന ബൈക്കാണ്. ഇതിന് 5 ഗിയറുണ്ട്. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഓടാൻ പറ്റുന്ന ഒരു ബൈക്കല്ല എക്സ്ട്രീം. പക്ഷേ ഒന്നാമത്തെ മോഡൽ ഇറങ്ങി, രണ്ടാമത്തെ മോഡലാണ് ഞാൻ എക്സ്ട്രീമിൻ്റെ ബൈക്ക് എടുക്കുന്നത്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞു ആ വണ്ടി കൊള്ളില്ല, എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു ബുള്ളറ്റൊക്കെ പോയി നോക്കി. അതിനുശേഷം ഫാമിലിയായിട്ട് പോകുന്ന വഴിക്ക് കടയിൽ കയറി ബൈക്കിന് നോക്കി. അപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. ഈ ബൈക്ക് ഞാൻ എടുത്തു. ഇത് ആദ്യം തന്നെ കംപ്ലൈൻ്റായി, കോടതി കേസായി. ഇത് എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച എൻ്റെ സഹപ്രവർത്തകൻ കുഞ്ചുവീട്ടിൽ അനി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ ഈ കേസ് ഞാൻ ഏൽപ്പിച്ചു. ഈ കേസ് പുള്ളി നടത്തുകയും കമ്പനി അഡ്വക്കേറ്റുമായി ഡീല് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് കേസ് ഒത്തുതീർക്കാവുകയും ചെയ്തു. കേസ് ഒത്തുതീർപ്പായത് 2000 രൂപ വാങ്ങി തന്നുകൊണ്ടാണ്. കമ്പനി അഡ്വക്കേറ്റ് ഫാസ്റ്റായിട്ട് അങ്ങ് മൂവ് ചെയ്ത് പോവുകയും പുള്ളിക്കാരൻ രണ്ടാമത് എന്നോട് ഇറങ്ങി വന്ന് ചോദിച്ചു, അഡ്വക്കേറ്റ് പോയോ? ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് പുള്ളിക്കാരൻ പോയല്ലോ വണ്ടി എടുത്തിട്ട്. പുള്ളിയുടെ പുറകെ ഈ അഡ്വക്കേറ്റ് ഓടുക. കാരണം പുള്ളിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല. അപ്പോൾ ജഡ്ജി അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനവിടെ കേട്ടു. ഇത് എൻ്റെ ഭാഗം വിജയിക്കുമായിരുന്നു. കാരണം വണ്ടി കമ്പനി കൊണ്ടിട്ടയ്ക്കുകയായിരുന്നു. എൻ്റെ കൈവശമല്ല വണ്ടി. വണ്ടിക്ക് നല്ല രീതിയിലുള്ള കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേസിലേക്ക് പോയത്. പിന്നെ ഇതിൽ സ്പെയർ പാർട്സുകൾ കിട്ടാനില്ല. അപ്പോൾ ഈ വാഹനം ഈ പറഞ്ഞതുപോലെ എൻ്റെ അഹങ്കാരത്തിൻ്റെയോ പണത്തിൻ്റെയോ കൊഴുപ്പ് കൊണ്ടാണ് ഇത് ഞാൻ എടുത്തത്. എന്നെ നല്ല സ്പ്ലെൻഡർ കൊടുത്തിട്ടാണ് ഈ വാഹനം എടുക്കുന്നത്. ഇതെടുത്തത് തന്നെ രാഗൂർ ദിശാസമയത്താണ്, നല്ല ഓർമ്മയുണ്ട്. വൈകുന്നേരം 15ഓളം ആക്സിഡൻറ്റുകൾ നടന്നു. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. ഇതിൽ 2 ആക്സിഡൻറ്റുകൾ വളരെ വലിയ ആക്സിഡൻറ്റുകളായിരുന്നു. ദൈവം എന്നെ ഇപ്പോഴും